വാല്യൂ ക്രിയേഷൻ. എന്താ വാല്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഒരു കോൺസെപ്റ്റാണത്. വെറുതെ ബുക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. ബട്ട് അതിന് പിറകിൽ എന്തുണ്ട്, കുറേ എക്സാമ്പിളും കുറേ കോൺസെപ്റ്റും ഉണ്ട്. ആ കോൺസെപ്റ്റും എക്സാമ്പിളും പക്കയായിട്ട് തലക്കകത്തോട്ട് കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് വാല്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, വാല്യൂ ക്രിയേഷൻ 2 ടേം കൂടി ചേർന്നതാണ് വാല്യൂ ക്രിയേഷൻ. ഓക്കെ, വെറുതെ നമുക്കൊന്ന് സ്റ്റാർട്ടിങ്ങിൽ വെറുതെ അതിൻ്റെ ഫസ്റ്റ് ലെയറിൽ നിന്ന് വായിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് നോക്കുക. ഓക്കെ, സിമ്പിൾ ടോപ്പിക്കാണ്. ബട്ട് ഇഫ് യു നോ ദ പ്രോപ്പർ കോൺസെപ്റ്റ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഏരിയ സിമ്പിൾ ആവുള്ളൂ. ഓക്കെ, ജസ്റ്റ് വെറുതെ ഒന്ന് വായിച്ച് നോക്കി അതിൻ്റെ കോൺസെപ്റ്റ് കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോവാണ് വാല്യൂ ക്രിയേഷൻ. ദ കോൺസെപ്റ്റ് ഓഫ് വാല്യൂ ക്രിയേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് പ്രൈമർലി ഫോർ പ്രൊവൈഡിങ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ടു കസ്റ്റമർ വിത്ത് മോർ വെർത്ത്. കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ കൊടുക്കുമ്പോൾ മോർ വെർത്ത് കൂടിയ, വാല്യൂ കൂടിയ എന്ത് കൊടുക്കുക, സർവീസും പ്രൊഡക്റ്റും കൊടുക്കുക. ഇതാണ് വാല്യൂ ക്രിയേഷൻ. സാറ് മനസ്സിലായില്ലേ സാർ, എന്താണ് ഇത്, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇങ്ങനെയൊന്നും വായിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അത് എനിക്കും അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എക്സാമ്പിളോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒരു 10-20 എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിളോട് പറയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് വാല്യൂ ക്രിയേഷൻ സുഖമായിട്ട് മനസ്സിലാവും. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കണേ, എക്സാമ്പിൾ പറയാൻ വേണ്ടി പോകണം. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണുന്ന എക്സാമ്പിളാണ്, വേറൊന്നും നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് അറേഞ്ച് ചെയ്ത് സ്ട്രക്ചറാക്കി നിങ്ങൾക്ക് മുമ്പിലോട്ട് ഇട്ട് തരുന്നു, അത്രമാത്രമേ ഉള്ളൂ. ഓക്കെ, എനിക്കൊരു ഷോപ്പുണ്ട് വിചാരിക്കുക. ഓക്കെ, എനിക്കൊരു ഷോപ്പുണ്ട് വിചാരിക്കുക. എന്ത് ഷോപ്പ് അറിയോ, ഒരു ഐസ്ക്രീം പാർലർ. ഓക്കെ, എനിക്കൊരു ഐസ്ക്രീം പാർലർ ഉണ്ട് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഷോപ്പിലോട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അവർക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഐസ്ക്രീമും കൊടുക്കുന്നുണ്ട്. അതോടുകൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവൽ മിൽക്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അവൽ മിൽക്ക് കൊടുക്കുന്നുണ്ട്, ഫ്രൂട്ട് സലാഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്, വാട്ട് എവർ മേ ബി ഐസ്ക്രീമുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു, ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യും, ഞാൻ അങ്ങനെ ആലോചിക്കും അല്ലേ, ഫസ്റ്റ് ഞാൻ എന്ത് വിൽക്കുന്നുണ്ട്, ഐസ്ക്രീം അല്ല, ഫസ്റ്റ് ഞാൻ ഒരു അവൽ മിൽക്ക് വിൽക്കുന്നുണ്ട് അല്ലേ. അവൽ മിൽക്ക് ഞാൻ വിൽക്കുന്നത് നോർമൽ അവൽ മിൽക്ക് വിൽക്കുന്നുണ്ട് അല്ലേ. നോർമൽ അവൽ മിൽക്ക് മീൻസ് എന്താ, അതിനകത്ത് എന്തുണ്ടാവും, കുറച്ച് അവലുണ്ടാവും, പഴം ഉണ്ടാവും, പാല് പാലും അല്ലേ. ഇതാണ് നോർമൽ അവൽ മിൽക്ക്. പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് എക്സ്ട്രാ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒന്നാമത് വിൽക്കുന്നത് നോർമൽ അവൽ മിൽക്കാണ്. നോർമൽ അവൽ മിൽക്ക് ഞാൻ വിൽക്കുമ്പോൾ ഞാൻ അതിനെത്ര ചാർജ് ചെയ്യണത്, ₹40, 40 രൂപയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു അവൽ മിൽക്ക് വിൽക്കാൻ വേണ്ടി വിൽക്കുന്നത് അല്ലെ, വാങ്ങുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഞാൻ അവൽ മിൽക്കിന് വാങ്ങുന്നത് ₹40. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി, 40 രൂപ അവൽ മിൽക്ക് അല്ലേ. ഇനി ഈ ഒരു അവൽ മിൽക്ക് ഞാൻ വിൽക്കുമ്പോൾ, ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വിൽക്കുമ്പോൾ, എൻ്റെ പ്രൊഡക്റ്റ് എന്താ, ഞാൻ വിൽക്കുന്നത് നോർമൽ അവൽ മിൽക്ക്. ഓക്കെ, ഇനി ഞാൻ ഈ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ എനിക്കിത് എങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് കസ്റ്റമറിലോട്ട് എത്തിക്കാൻ പറ്റും, കസ്റ്റമർക്ക് ചെറിയ വാല്യൂ കൂട്ടിയിട്ട് അല്ലെ, വാല്യൂവിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് എനിക്ക് എങ്ങനെയൊക്കെ ഈ സാധനം വിൽക്കാൻ പറ്റും, എങ്ങനെയൊക്കെ വിൽക്കാൻ. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു നോർമൽ അവൽ മിൽക്കിന് വരുന്ന റേറ്റ് എത്രയാണ്, 40 അല്ലേ. ഓക്കെ, ഞാൻ ഇതിലോട്ട് എന്താ ചെയ്തു വെച്ചാൽ, ഐസ്ക്രീം അല്ലേ, ഒരു ₹20 ഒരു ഐസ്ക്രീം വാങ്ങി അല്ലേ. എൻ്റെ കടയിൽ ഐസ്ക്രീം ഉണ്ടാവും 20, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ₹20 എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ഐസ്ക്രീം എടുത്തു. ഓക്കെ, ഐസ്ക്രീം എടുത്തു, ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു നോർമൽ അവൽ മിൽക്ക് എന്ത് ചെയ്തു, ഈ ഒരു ഐസ്ക്രീം ഇട്ടു. ഓക്കെ, ഐസ്ക്രീം ഇട്ടു. അപ്പോൾ നോർമൽ അവൽ മിൽക്ക് അല്ലേ, നോർമൽ അവൽ മിൽക്ക് ഞാൻ എന്ത് ഇട്ടു, പ്ലസ് ഐസ്ക്രീം ഇട്ടു. ഓക്കെ, എത്ര രൂപയുടെ ഐസ്ക്രീം ഇട്ട്, ഞാനൊരു ₹20 ഐസ്ക്രീം ഇട്ടു അല്ലേ. അപ്പോൾ അതിന് ഞാനൊരു പേരിട്ടു, എന്താ അറിയോ, SP അവൽ മിൽക്ക്. അപ്പോൾ നോർമലിൻ്റെ അവൽ മിൽക്കിൻ്റെ കൂടത്തിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഐസ്ക്രീം ഇട്ട് ഞാൻ വേറെ അവൽ മിൽക്കാക്കി വിറ്റു. എന്താ അതിൻ്റെ പേര്, SP അതിൽ. അപ്പോൾ എനിക്ക് വന്ന കോസ്റ്റ് എത്ര, 40 + 20 ₹60, 80 രൂപയാണ് എനിക്ക് ആക്ച്വലി വന്ന കോസ്റ്റ്. നോർമൽ അവൽ മിൽക്കിന് ഞാൻ വയ്ക്കുന്നത് ₹40. ഞാൻ അതിനകത്തോട് എന്തിട്ടു, ഒരു ₹20 ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടു അല്ല. ഞാനത് എന്ത് ചെയ്തു, അങ്ങനെ അതിനൊരു പേരിട്ടു, എന്താ അവൽ മിൽക്ക്. എന്ത് അവൽ മിൽക്കാ, സ്പെഷ്യൽ അവൽ മിൽക്ക്, അതായത് SP അവൽ മിൽക്ക് എന്ന് പേരിട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ SP അവൽ മിൽക്ക് ഞാൻ എത്ര രൂപയ്ക്ക് വിൽക്കുന്നത് അറിയോ, ഞാൻ വിൽക്കുന്നത്, സോറി ഇവിടെ 80 അല്ല 60 ആണ്. SP അവൽ മിൽക്ക് ഞാൻ വിൽക്കുന്നത് എത്ര രൂപയ്ക്ക് അറിയോ, 100 രൂപയ്ക്ക്. ഓക്കെ ആണോ. അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ പ്രോഡക്റ്റ് എന്താ, എൻ്റെ നോർമൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നോർമൽ അവൽ മിൽക്ക് അല്ലേ, നോർമൽ അവൽ മിൽക്ക്. ഇതാണ് എൻ്റെ നോർമൽ പ്രോഡക്റ്റ്. ഓക്കെ ആണോ, നോർമൽ അവൽ മിൽക്ക് സീഗൽ ടു, ഇതാണ് എൻ്റെ നോർമൽ പ്രോഡക്റ്റ്. ഞാൻ എത്ര രൂപയ്ക്ക് വിൽക്കുന്നത്, ₹40 ഇത് വിറ്റുണ്ടായിരുന്നത്. ഓക്കെ, ഈ അവൽ മിൽക്കിനകത്തോട് ഞാൻ ചെറിയ മാറ്റം വരുത്തി. എന്താണ് ചെറിയ മാറ്റം, ഇതിനകത്തോട് കുറച്ച് ഞാൻ എന്ത് ചെയ്തു, പ്ലസ് കുറച്ച് ഐസ്ക്രീം ഇട്ടു. കുറച്ച് ഞാൻ എന്ത് ചെയ്തു, ഐസ്ക്രീം ഇട്ടപ്പോൾ എന്തായിട്ട് മാറി, പ്ലസ് എന്തായിട്ട് മാറി അല്ലെ, ഒരു ₹20 ഐസ്ക്രീം ഞാൻ ചേർത്തപ്പോൾ എന്തായിട്ട് മാറി, ഇതെന്തായിട്ട് മാറി, SP അവൽ മിൽക്കായിട്ട് മാറി അല്ലെ. ഞാൻ പേരിട്ടു സ്പെഷ്യൽ അവൽ മിൽക്കായിട്ട് മാറി. ഓക്കെ, ഞാനത് എത്ര രൂപയ്ക്ക്, ഇതിന് എനിക്ക് എത്ര കോസ്റ്റ് വന്നത്, കോസ്റ്റ് സീക്രട്ട് എനിക്ക് ₹60 ആണ് കോസ്റ്റ് വന്നത്. ബട്ട് ഞാൻ എത്ര രൂപയ്ക്ക് വിൽക്കുന്നത്, ₹100 ഞാൻ വിൽക്കുന്നത്. എനിക്ക് എത്ര പ്രോഫിറ്റ് വന്നു, ₹40 എൻ്റെ എന്ത് വന്നു, പ്രോഫിറ്റ് വന്നു. കണ്ട മനസ്സിലായോ, ഇതാണ് വാല്യൂ ക്രിയേഷൻ. നമ്മൾ പ്രൊഡക്റ്റിനകത്തോട്ട് ചെറിയ മാറ്റം വരുത്തിയിട്ട് കസ്റ്റമർക്ക് കൂടുതൽ വാല്യൂ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, കസ്റ്റമർ അട്രാക്ട് ചെയ്യുന്നു. അതാണ് എന്ത് വാല്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഒന്നാമത്തെ എക്സാമ്പിൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കി. രണ്ടാമത്തെ എക്സാമ്പിൾ ഇതേ സെയിം എക്സാമ്പിളിന് നിങ്ങൾക്ക് ഫ്രൂട്ട് സലാഡ് കഴിക്കാറില്ല. ഫ്രൂട്ട് സലാഡ് ആക്ച്വലി എന്താ ഫ്രൂട്ട് സലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നോർമൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്,
ഐസ്ക്രീം കഴിക്കാറുണ്ട് അല്ലേ, ഐസ്ക്രീം കഴിക്കാറുണ്ട്. ആ ഐസ്ക്രീമിനകത്തോട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുറച്ച് ഫ്രൂട്ട്സ് അല്ലേ, കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫ്രൂട്ട്സ് ഇടും. എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് ഇടുക, കുറച്ച് ആപ്പിളിൻ്റെ ചെറിയ ചെറിയ പീസ് ഇടും അല്ലേ, പിന്നെ ഗ്രേപ്പ് ഇടും പ്ലസ് അല്ലെ വേറെ എന്തൊക്കെ ഇടും, പൈനാപ്പിൾ ഇടും അല്ലെ, പൈനാപ്പിളിൻ്റെ ചെറിയ ചെറിയ കട്ട് പീസ് ഉണ്ടാവും, പൈനാപ്പിൾ ഇടും. നോർമലി ഞാൻ ഐസ്ക്രീം വിൽക്കുന്ന ഒരു ഷോപ്പാണെന്ന് വിചാരിക്കുക. ഞാൻ ഐസ്ക്രീം എത്ര രൂപയ്ക്ക് വിൽക്കുന്നത്, ഞാൻ ഐസ്ക്രീം 40 റുപ്പീസിന് ഒരു ഐസ്ക്രീം വിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്തോട് ഞാൻ എന്താ ചെയ്യുക, കുറച്ച് സാധനം ആഡ് ചെയ്തിട്ട് ഞാൻ എന്താക്കി വിൽക്കും, അത് ഫ്രൂട്ട് സലാഡാക്കി വിൽക്കും. എനിക്ക് എങ്ങനെ വിൽക്കാൻ പറ്റും, കുറച്ച് ആപ്പിൾ ഇടും, കുറച്ച് ഗ്രേപ്പ് ഇടും, കുറച്ച് പൈനാപ്പിൾ ഇടും, എന്നിട്ട് ഞാൻ അതൊക്കെ പാടെ കൊണ്ട് മിക്സ് ആക്കിയിട്ട് 2 ഇളക്കളനെ അളക്കും അല്ലേ. അതിന് ഞാനൊരു പേരിട്ട്, എന്താ അതിൻ്റെ പേര്, ഫ്രൂട്ട് സലാഡാ അല്ലെ. ഞാൻ എന്ത് വിൽക്കും, ഫ്രൂട്ട് സലാഡായിട്ട് വിൽക്കും. സീക്കിൾ ഞാൻ എത്ര രൂപയ്ക്ക് വിൽക്കുക അറിയോ, ഫ്രൂട്ട് സലാഡ് ഒരു 150 റുപ്പീസിന് വിൽക്കും. 150 രൂപയ്ക്ക് ഞാൻ എന്ത് വിൽക്കും, ഫ്രൂട്ട് സലാഡ് വിൽക്കും. എനിക്ക് എത്ര അതിന് കോസ്റ്റ് വന്നത് നിങ്ങൾ ആലോചിക്കുക. എൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഐസ്ക്രീമിന് എത്ര വരും, ഐസ്ക്രീമിന് 40 റുപ്പീസ് കോസ്റ്റ് വന്നു അല്ലേ. നിങ്ങൾ ആലോചിക്കുക, കുറച്ച് ആപ്പിളിൻ്റെ കുറച്ച് പീസ് എടുക്കും, കുറച്ച് ഗ്രേപ്പ്, കുറച്ച് എന്താ ഗ്രേപ്പ് മീൻസ് നമ്മുടെ മുന്തിരി. ഓക്കെ, പിന്നെ കുറച്ച് പൈനാപ്പിൾ. അപ്പോൾ കുറച്ച് പൈനാപ്പിളും കുറച്ച് ആപ്പിളും കുറച്ച് ഗ്രേപ്പ് കൊടുത്തിട്ട് മാക്സിമം പോയി എന്ത് വരും, ₹20 മാക്സിമം പോയി കോസ്റ്റ് വരും. എത്ര രൂപയാണ്, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര 60 കോസ്റ്റ് വന്നു. ബട്ട് ഞാൻ അതിലോട്ട് എത്ര രൂപയ്ക്ക് കസ്റ്റമർക്ക് വിൽക്കുന്നത്, കസ്റ്റമർക്ക് ഞാൻ വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ് നിങ്ങൾ ആലോചിക്കുക. കസ്റ്റമർക്ക് ഞാൻ 150 റുപ്പീസിന്. അപ്പോൾ എത്രയാണ് അതിൻ്റെ പ്രോഫിറ്റ് അല്ലേ, 90 റുപ്പീസ് അതിൻ്റെ പ്രോഫിറ്റ് വന്നു. മനസ്സിലായോ. അപ്പോൾ ഞാൻ നോർമൽ വിൽക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഐസ്ക്രീം ആയിരുന്നു 40 റുപ്പീസിന്. ആ ഐസ്ക്രീമിനകത്തോട് ഞാൻ കുറച്ച് ആപ്പിളും കുറച്ച് മുന്തിരിയും കുറച്ച് പൈനാപ്പിളും ഒന്ന് വേറെ ആക്കി വിറ്റ്, എന്താക്കി വിറ്റ്, കുറച്ച് വാല്യൂ ആഡ് ചെയ്ത് വിറ്റ്. അതെന്തായിട്ട് മാറി, വാല്യൂ ക്രിയേഷൻ ആയിട്ട് ഞാൻ എൻ്റെ കസ്റ്റമർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഇൻക്രീസ് ഇൻ ദ വാല്യൂവിൽ ചെറിയ മാറ്റം വരുത്തും. ശരിയല്ലേ. ഇതാണ് രണ്ടാമത്തെ എക്സാമ്പിൾ. ഓക്കെ ആണോ. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോർമൽ ലെവലിലേക്ക് വിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്തോട്ട് കുറച്ച് എന്ത് ചെയ്യുന്നു ഐസ്ക്രീമും കൂടി ചേർക്കും. അത് SP അവൈലബിലിറ്റി നമ്മൾ വിൽക്കുന്നു. വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. മോർ വെർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ ആണോ. ഇത് രണ്ടാമത്തെ എക്സാമ്പിൾ. ഓക്കെ, ഇനി ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് നോക്ക്, സ്ക്രീനിൽ നോക്കിയേ. ഫസ്റ്റ് എക്സാമ്പിൾ മനസ്സിലായില്ലേ, വാല്യൂ ക്രിയേഷൻ മീൻസ് എത്ര കണ്ടോ, നോർമൽ അവൈൽ മിൽക്ക് ₹40 അല്ലേ, എത്ര 40 റുപ്പീസ് ഞാൻ വിൽക്കുന്നത്. അതിനകത്തോട്ട് ഞാൻ SP അവൈൽ മിൽക്കാണ് ഞാൻ എന്ത് ചെയ്യും 100 റുപ്പീസിന് വിൽക്കുന്നു. ഡിഫറൻസ് എത്ര 60. നിങ്ങൾ ആലോചിച്ച് നോക്കുകയും ഞാൻ എന്തുമാത്രം ആഡ് ഐസ്ക്രീം വിച്ച് കോസ്റ്റ് ₹60. അപ്പോൾ 20 രൂപയുടെ ഐസ്ക്രീം മാത്രം ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ദെൻ ആൾസോ പ്രോഫിറ്റ് സീക്കിൾ എത്ര 40 രൂപ എനിക്ക് പ്രോഫിറ്റാണ്. 100 രൂപയ്ക്ക് ഞാൻ എന്ത് വിൽക്കണത്, 100 രൂപയ്ക്കാണ് ഞാൻ അവൈൽ മിൽക്ക് വിൽക്കുന്നത്. എനിക്ക് എത്ര കോസ്റ്റ് വന്നത് 40 മൈനസ് 20, ബാക്കി വരുന്ന 40 രൂപ എൻ്റെ പ്രോഫിറ്റാണ്. അപ്പോൾ ചെറിയൊരു ഐസ്ക്രീം അതിനകത്തോട്ട് ആഡ് ചെയ്തപ്പോൾ എനിക്ക് 40 രൂപ പ്രോഫിറ്റ് വന്നു. ശരിയല്ലേ. നോർമൽ കൊടുക്കുന്ന അവൈൽ മിൽക്ക് എത്ര രൂപയ്ക്ക് 40 രൂപയ്ക്ക് കൊടുക്കുന്നു. അതിനകത്തോട്ട് ഞാൻ 20 രൂപയുടെ ഐസ്ക്രീം ആഡ് ചെയ്തപ്പോൾ മൊത്തം 60 രൂപ കോസ്റ്റ് വന്നു. ഞാൻ 100 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 40 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണോ 100 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണോ എനിക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്ത് കിട്ടുക, 100 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ്. ഞാൻ അതിൻ്റെ പേരൊന്ന് മാറ്റി, മറ്റൊരു നോർമൽ അവൈൽ മിൽക്കാണെങ്കിൽ ഇതെന്താക്കി മാറ്റി, SP അവൈൽ മിൽക്കാക്കി മാറ്റി. ഓക്കെ ആണോ. ബാക്കി വരുന്ന 40 റുപ്പീസിൻ്റെ എന്താണ് പ്രോഫിറ്റാണ്, ഒറ്റയടിക്ക് പ്രോഫിറ്റ് വന്നാണ്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറ വാട്ട് ഈസ് മീൻ ബൈ വാല്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ക്രിയേഷൻ ഈസ് ബൈ ആഡിങ് സംതിങ് വാല്യൂ ഇൻക്രീസ്. ചിലത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് എന്ത് കൂടുന്നുണ്ട്, വാല്യൂ കൂടുന്നുണ്ട്. ആഡിങ് സംതിങ് വിച്ച് ഇൻക്രീസ് അവർ വാല്യൂ. ചില കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് എന്ത് കൂടുന്നുണ്ട്, വാല്യൂ കൂടുന്നുണ്ട് അല്ലേ. ഇറ്റ് ഇസ് എ സ്ട്രാറ്റജി ഫോർ സെല്ലിങ് എ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്ത്, വാല്യൂ ക്രിയേഷൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഒന്നാമത് നമ്മൾ നോർമൽ അവൈൽ മിൽക്കിൻ്റെ കേസ് പറഞ്ഞു, രണ്ടാമത് നമ്മൾ എന്ത് പറഞ്ഞു, ഫ്രൂട്ട് സലാഡിൻ്റെ കേസ് പറഞ്ഞു. ഇത് മാത്രമല്ല ഇനിയും നിരത്തി കിടക്കുന്ന ഒരുപാട് എക്സാമ്പിൾ അല്ലേ. നമുക്ക് 1 by 1 ആയിട്ട് എക്സാമ്പിൾസ് നോക്കാം. ആ എക്സാമ്പിളൊക്കെ നമുക്ക് അല്ലേ, ആ എക്സാമ്പിളൊക്കെ നോക്കിയിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ടോപ്പിക്കിനകത്തോട്ട് പോയാൽ മതി. ഓക്കെ, ഒന്നാമത്തെ എക്സാമ്പിൾ നമ്പർ 1. നോർമൽ നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു മുട്ട അല്ലെങ്കിൽ ഒരു കോഴിയുടെ മുട്ട അല്ലെങ്കിൽ താറാവ് മുട്ട, കോഴി മുട്ട വാങ്ങുകയാണെങ്കിൽ നമുക്ക് എത്ര വരിക, നമുക്കൊരു നോർമൽ മുട്ട അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ വേറെ കൊടുക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എല്ലാവരും സ്ക്രീൻ നോക്കി. ഓക്കെ, എനിക്കൊരു ഷോപ്പുണ്ട് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, എൻ്റെ കടയിൽ ഞാനൊരു മുട്ട അല്ല നോർമൽ എഗ്ഗ് വിൽക്കുമ്പോൾ ഞാൻ ഒരു മുട്ടയ്ക്ക് ഞാൻ എത്ര രൂപയ്ക്ക് വിൽക്കുക അറിയോ, ഒരു മുട്ട ഞാൻ വിൽക്കുക 10 രൂപയ്ക്ക് വിൽക്കുക, 10 റുപ്പീസ് 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അല്ലേ. ഇനി ഇതേ മുട്ട ഞാൻ എൻ്റെ ഷോപ്പിൽ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, അല്ലെ ഈ മുട്ട ഞാൻ പുഴുങ്ങി ബോയിൽ ചെയ്തു അല്ലേ. ഈ മുട്ട ഞാൻ എന്ത് ചെയ്തു, ബോയിൽഡ് ചെയ്തിട്ട് ഞാൻ വിൽക്കാൻ വേണ്ടി പോവാണ്. മുട്ട പുഴുങ്ങി ബോയിൽഡ് ചെയ്ത് ഞാൻ ചായൻ്റെ കൂടെ വിൽക്കുകയാണെങ്കിൽ എനിക്കിത് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും, ഇത് എനിക്കൊരു 20 റുപ്പീസിന് വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 30 റുപ്പീസിന് വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നോർമൽ മുട്ട എത്ര, നോർമൽ എൻ്റെ ഷോപ്പിൽ ഒരു മുട്ടൻ്റെ വില എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി ഒരു ഓംലേറ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നു, ഓംലേറ്റ് അല്ലേ. ഞാൻ എന്ത് ചെയ്തു, ആ മുട്ടയ്ക്ക് ഞാൻ കുറച്ച് സാധനം ആഡ് ചെയ്തു, വാല്യൂ ആഡ് ചെയ്തു അല്ലേ. ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു, ഓംലേറ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നു. അതിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ എഗ്ഗിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഞാൻ എന്താക്കിയിട്ടു, കുറച്ച് ഉള്ളിട്ടു അല്ലേ. അത് പൊട്ടിച്ചിട്ട് കുറച്ച് എന്ത് ചെയ്തു, ഒനിയൻ അല്ലെ ഉള്ളിട്ടു നമ്മൾ മിക്സ് ആക്കി, കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ എന്ത് ചെയ്തു, അതൊരു ഓംലെറ്റ് ആക്കി കൊടുക്കുമ്പോൾ എനിക്ക് എത്ര രൂപ വാങ്ങാൻ പറ്റും, ഒരു 40 രൂപ ഡബിൾ ഓംലേറ്റ് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ഒരു
ഒരു 25 രൂപ എനിക്ക് എന്ത് വാങ്ങാൻ പറ്റും? സിംഗിൾ ഓംലെറ്റ് വാങ്ങാൻ പറ്റും. ശരിയല്ലേ? എനിക്ക് എത്ര രൂപ ഒരു മുട്ടക്കുള്ളത്? മുട്ടക്കാകലിൽ 10 രൂപ. അതിനകത്തോട്ട് കുറച്ച് ഉള്ളിക്കിട്ട് ഞാനത് ആംപ്ലേറ്റ് ആക്കി കൊടുക്കുമ്പോൾ എനിക്ക് 40 റുപ്പീസ് വാങ്ങാം, അല്ലെങ്കിൽ എത്ര വാങ്ങാം? 25 റുപ്പീസ് വാങ്ങാം. കണ്ടോ വാല്യൂ അഡീഷൻ മനസ്സിലായോ? വാല്യൂ അഡീഷൻ മനസ്സിലായോ? ഇങ്ങനെ വേണമെങ്കിൽ വിൽക്കാം. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ, ഇനി വാല്യൂ അഡീഷൻ്റെ മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കോ. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഇനി എക്സാമ്പിൾ നമ്പർ 4 അല്ലേ? എക്സാമ്പിൾ നമ്പർ 4 ആണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ CA പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലേ? നോർമൽ ചാർട്ട് അക്കൗണ്ട്സ് ഉണ്ട്, നോർമൽ CA പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബിഗ് 4 അറിയില്ല? ബിഗ് 4 കമ്പനീസ് അല്ലെ? ബിഗ് 4 കമ്പനീസിൽ എന്തുണ്ട്? ഒരുപാട് ചാർട്ട് അക്കൗണ്ട്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ഒരു CA ഓഫീസിൽ പോയി അല്ലെ? നോർമൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള, നമ്മുടെ കാലിക്കറ്റിലോ കണ്ണൂരിലെ കാസർഗോഡിലെ എറണാകുളത്തിലെ ഒരു നോർമൽ CA ഓഫീസ് നിങ്ങൾ പോയി അല്ലേ? നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഒന്ന് സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലേ? നിങ്ങളുടെ ഷോപ്പ് ഒന്ന് ഓഡിറ്റ് ചെയ്ത് തരണം, നിങ്ങൾ ഒന്ന് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങളുടെ ചാർട്ട് അക്കൗണ്ട്സ് എന്ത് ചെയ്യും? അവരത് ഫുള്ളൊന്ന് ഓഡിറ്റ് ചെയ്യും അല്ലേ? അവരൊന്ന് ഫുള്ളൊന്ന് നോക്കിയിട്ട് ഫുള്ള് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? സൈൻ ചെയ്ത് തരും അല്ലേ? അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യും അല്ലേ? അപ്പോൾ അവർ എത്ര രൂപ ചാർജ് ചെയ്യാം? അവർ മേ ബി എത്ര രൂപ ചാർജ് ചെയ്യും? ഒരു 15,000 റുപ്പീസ് ചാർജ് ചെയ്യും അല്ലേ? ഒരു 15,000 അല്ലെങ്കിൽ ഒരു റുപ്പീസ് 20,000 അവർ നിങ്ങളടുത്ത് ചാർജ് ചെയ്യും. നോർമൽ ഓഡിറ്റിന് അവർ ചാർജ് ചെയ്യും. നിങ്ങളുടെ നാട്ടിൻ പുറത്താണ് ചാർജ് ചെയ്യും. അവരെന്താ ചെയ്യുക? നോർമൽ അവരെന്താ ചെയ്യുക? നിങ്ങളുടെ അക്കൗണ്ട്സ് ഒന്ന് വെരിഫൈ ചെയ്യും, നിങ്ങളെ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്യും. ഇതേ ജോലിയല്ല ചെയ്യുക? അതെ. ഓക്കെ, അതേ ഓഡിറ്റ് നിങ്ങളൊരു ബിഗ് 4 പോയി ചെയ്താലോ? ബിഗ് 4 ഒരുപാട് CA ഫേംസ് ഉണ്ടല്ലേ? ആ CA ഫേംസ് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ബിഗ് 4 ഏതെങ്കിലും ഒരു കമ്പനിക്ക് എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഓഡിറ്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു അല്ലേ? ഞങ്ങളെ കമ്പനി ഉണ്ട് ഇവിടെ, ആ കമ്പനി നിങ്ങളൊന്ന് ഓഡിറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു ബിഗ് 4 പോയിട്ട്. അവരെന്താ ചെയ്യുക? ഇവരെന്താണോ ചെയ്തത്, നോർമൽ നിങ്ങളുടെ നാട്ടിൻപുറത്തുള്ള CA എന്താണോ ചെയ്തത് അതന്നെ അവരും ചെയ്യുള്ളൂ. നിങ്ങളുടെ ബുക്ക് ഒന്ന് വെരിഫൈ ചെയ്യും, നിങ്ങളുടെ റെക്കോർഡ്സ് ഒന്ന് ചെക്ക് ചെയ്യും, നിങ്ങളുടെ ബില്ലൊക്കെ നോക്കും അല്ലെ? ഒക്കെ നോക്കും, ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും. അതന്നെ അവരും ചെയ്യുള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ട് അവരൊന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഈ CA എന്താണോ ഇവിടുന്ന് ചെയ്തത് അതന്നെയാണ് ബിഗ് 4 CA ചെയ്യുക അല്ലേ? എന്നിട്ട് അവരെന്ത് ചെയ്യും? റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യും? റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യും. ബട്ട് അവർ ചാർജ് ചെയ്യുന്ന ഫീസ് എത്രയായിരിക്കും? ചിലപ്പോൾ 1 lakh ആയിരിക്കും അല്ലേ? അവർ ചിലപ്പോൾ എന്ത് ചെയ്യും? 1 ലക്ഷം രൂപ ചാർജ് ചെയ്യും, അല്ലെങ്കിലോ റുപ്പീസ് 2 lakh ചാർജ് ചെയ്യും. കാരണം എന്താ? ഡിഫറൻസ് എന്താ? നിങ്ങൾ പറ, എന്തിനാണ് ഇവർ ഇത്ര ചാർജ് ചെയ്യുന്നത്? നിങ്ങളത് കൊടുക്കുകയും ചെയ്യും. കാരണം എന്താ അറിയോ? നോർമൽ CA സൈൻ ചെയ്യുമ്പോൾ ഒരു 10,000 എന്താ സൈൻ ചെയ്ത് തരും. തൊട്ടപ്പുറത്ത് ബിഗ് 4 കമ്പനി സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ എന്തോ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം എന്താ? പ്രീമിയം, ഫുൾ പ്രീമിയം. അവരെന്തൊക്കെയോ വലിയൊരാളാണ് നിങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യും? തെളിയിക്കും അല്ലേ? ഞങ്ങൾ വർക്ക് എന്താ, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ അത് വെരിഫൈ ചെയ്തു, ഇത് വെരിഫൈ ചെയ്തു. സംഭവം രണ്ടും സെയിം അല്ലേ? അവൻ ചെയ്ത അതേ ജോലി തന്നെക്കാരം ആര് ചെയ്യുന്നുണ്ടാവാം? ഈ ബിഗ് 4 CA ചെയ്യുന്നുണ്ടാവാം. ബട്ട് ഇവൻ 1 lakh ബില്ലിട്ടു, അവൻ 10,000 ബില്ലിട്ടു, അല്ലെങ്കിൽ 20,000 ബില്ലിട്ടു. രണ്ടും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് ഉണ്ട്. പ്രീമിയം ബിൽ. അതാണെന്ത്? ദിസ് ഈസ് വാല്യൂ ക്രിയേഷൻ. മനസ്സിലായോ? ഇതാണെന്ത്? വാല്യൂ ക്രിയേഷൻ. ബിസിനസ് മൈൻഡ്, ബിസിനസ് സ്ട്രാറ്റജി. അപ്പം എന്താ? ഇവിടുന്ന് കിട്ടാത്ത എന്തോ ചെറിയൊരു സാധനം മാത്രം അവിടുന്ന് കൊടുത്തു, ഇവിടുന്ന് സെറ്റപ്പാക്കി, വലിയ സെറ്റപ്പാണ്, ഞങ്ങൾ ഇന്ത്യയിൽ നമ്പർ 1 ഓഡിറ്റേഴ്സാണ് എന്നുള്ള ഒരു ചെറിയൊരു ചിന്ത അവൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തു. അതുതന്നെയാണ് ഈ ബില്ലും കൂടി. അത് ശരിയല്ലേ? ഞങ്ങൾ ഓഡിറ്റ് ചെയ്താൽ ഫുള്ള് ശരിയായിരിക്കും, ഫുൾ പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ചിന്ത അവൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്തു? ഇട്ട് കൊടുത്തു അല്ലേ? അപ്പോൾ ഇവർ ബിസിനസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് എന്ത്? വാല്യൂ ക്രിയേഷൻ. ഓക്കെ ആണോ? ഇങ്ങനെയും ചെയ്യാം. ഇതാണ് വാല്യൂ ക്രിയേഷന് മറ്റൊരു എക്സാമ്പിൾ. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, ഇനി വേറെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് അല്ലേ? നമുക്കറിയാം ഇനി എങ്ങനെയൊക്കെ വാല്യൂ ക്രിയേഷൻ ചെയ്യാം. നോർമലി നമ്മളൊരു പോപ്കോൺ വാങ്ങി കഴിക്കില്ലേ? പോപ്കോൺ നമ്മുടെ കടയിൽ പോയി നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങാം? നമുക്കൊരു 30 രൂപയ്ക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഒരു 40 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? പോപ്കോൺ വാങ്ങി കഴിക്കും അല്ലേ? അതേ പോപ്കോൺ നിങ്ങൾ അയച്ചു നമ്മൾ തിയേറ്ററിൽ പോകാറില്ല? നിങ്ങൾ തിയേറ്ററിൽ പോയി നിങ്ങളൊരു ഫിലിം കാണുമ്പോൾ അതേ പോപ്കോൺ എന്ത് ചെയ്യാറുണ്ട്? അവർ 100 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. ശരിയല്ലേ? അവരെന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഇതേ പോപ്കോൺ അവരെന്ത് ചെയ്യുന്നുണ്ട്? 100 രൂപയ്ക്ക് അവിടെ വിൽക്കുന്നുണ്ട്. വിച്ച് മീൻസ് അതേ സാധനം അവരിവിടെ വില കൂട്ടി വിൽക്കുന്നുണ്ട്. വേറെ ഓപ്ഷൻ ഉണ്ടോ? വേറൊരു ഓപ്ഷനും ഇല്ല. ഓക്കെ ആണോ? അപ്പോൾ ഇവർ സെയിൽ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താ? ഇവരുടെ എന്താണ്? വാല്യൂ ക്രിയേഷൻ ആണ്. ഓക്കെ ആണോ? ഇനി മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇനി മറ്റൊരു എക്സാമ്പിൾ, നിങ്ങൾ റിസോർട്ട് പോകാറുണ്ടല്ലേ? നിങ്ങളെല്ലാവരും റിസോർട്ട് പോകാറുണ്ടല്ലേ? റിസോർട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവരൊരുപാട് ഓഫർ നമുക്ക് തരാറുണ്ടല്ലേ? എന്താ? ഫോർ എക്സാമ്പിൾ ഞാൻ മാൽദീവ്സിൽ പോകാൻ വിചാരിക്കുക. മാൽദീവ്സിൽ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് റൂംസ് ഉണ്ടാവില്ലേ അല്ലേ? ഇത് 1ാമത്തെ റൂം, ഓക്കെ, ഇത് 2ാമത്തെ റൂം, ഇത് 3ാമത്തെ റൂം ഉണ്ടാവില്ലേ? ഇതൊക്കെ അവർ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് 10,000 റുപ്പീസാണ് റേറ്റ്, പെർ ഹെഡ് റേറ്റ് വരുന്നത്. ഇതിനും 10,000 റുപ്പീസാണ്. ഓക്കെ, ഇതിനും 12,000 റുപ്പീസാണ് എന്താ റേറ്റ് വരുന്നത്. ഓക്കെ, ഇനി പറയുന്നുണ്ട് തൊട്ടപ്പുറത്തെ റൂമുണ്ട്. ഇനി മാൽദീവ്സിൻ്റെ ബീച്ചുണ്ട്. ഇത് ബീച്ചാണെന്ന് വിചാരിക്കുക. ഓക്കെ, ബീച്ചിൻ്റെ തൊട്ടടുത്തുന്നുണ്ട് ഒരു റൂമുണ്ട് അല്ലേ? ഈ ബീച്ചിൻ്റെ തൊട്ടടുത്ത് റൂമുണ്ട്. അത് ഇവർ വിൽക്കുക എത്ര രൂപയ്ക്ക് അറിയോ? ഇത് ഇവർ വിൽക്കുക എത്ര? റുപ്പീസ് 50,000 പെർ ഹെഡ് പെർ ഡേ. ഒരു ദിവസം ഇതിന് 50,000 രൂപ കൊടുക്കണം. ഈ റൂം എങ്ങനെയാണോ
ഇവിടുത്തെ റൂം എങ്ങനെയാണോ, ഈ റൂം എങ്ങനെയാണോ, ഈ റൂം എങ്ങനെയാണോ, ഈ 3 റൂം പോലെ തന്നെയാണ് ഈ റൂമും. ബട്ട് അവർ യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്താ, ഇത് ബീച്ച് സൈഡിലാണ് അല്ലേ, ഇത് ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള റൂം ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഒന്ന് വാല്യൂ കൂട്ടി. എത്ര രൂപയ്ക്കായി, ഇവിടെ 10,000 രൂപയ്ക്കാണെങ്കിൽ ഇവിടെ എത്ര രൂപ കൊടുത്തു, 50,000 രൂപക്കാണ്. ഇത് ബീച്ച് സൈഡിലെ റിസോർട്ടാണെന്ന് പറഞ്ഞ് അവരെ വാല്യൂ ഒന്ന് കൂട്ടി, കസ്റ്റമർക്ക് എന്ത് ഫീൽ ആക്കുന്നുണ്ട്, ഒരു വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് അല്ലേ. അതാ പറഞ്ഞത്, ഇതിന് 50,000 രൂപ, തൊട്ടപ്പുറത്തൊക്കെ എന്താ, ഒക്കെ 10,000 രൂപ. ഓക്കെ, ഇത് നിങ്ങൾക്ക് പലർക്കും എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ റിസോർട്ട് മാത്രമല്ല, നിങ്ങൾ എവിടെ പോകുകയാണെങ്കിലും എന്തുണ്ടാവും, ചില റൂമിന് വില കൂടുതലായിരിക്കും, ചില റൂമിന് എന്ത് ചെയ്യും, വില കുറയും. ബീച്ച് സൈഡ് റൂമിന് വില കൂടും അല്ലെ, മറ്റു റൂമിനൊക്കെ എന്ത് ചെയ്യും, വില കുറയും. ഇപ്പോൾ നിങ്ങൾ നോർമൽ റിസോർട്ട് പോകുമ്പോൾ നോർമൽ റൂമാണെങ്കിൽ റിസോർട്ട് എത്ര വിൽക്കുക, ഒരു 7,000 ഒക്കെ. നമ്മൾ നാട്ടുമ്പുറത്ത് ഊട്ടിയിലാണെങ്കിലോ അല്ലെങ്കിൽ മൂന്നാറാണെങ്കിലോ അവർ എത്ര, ഒരു 7,000 8,000 റുപ്പീസിന് റിസോർട്ടിൽ നോർമൽ റൂം അവൈലബിൾ ആയി കിട്ടും അല്ലെ. അല്ലെങ്കിൽ കപ്പിൾസ് റൂം ആണെങ്കിലും ഈ പറഞ്ഞ 7,000 8,000 റൂംസിൽ അവൈലബിൾ ആക്കി തരും. ഇനി അവർ പറയുന്നുണ്ട് ടെൻറ്റ് ഹൗസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഓറഞ്ച് തോട്ടത്തിന് നടുവിൽ ചെറിയ ഒരു ഏർമാടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ, ചെറിയ ഹട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചെറിയ ഹട്ട് അല്ലേ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഗ്ലാസ് റൂംസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഗ്ലാസ് റൂംസ്. ഇത് അവരെങ്ങനെ സെയിൽ ചെയ്യാം, നോർമൽ റൂമിന് 7,000 ആണെങ്കിൽ ഈ പറയുന്ന ഹട്ടിനോ ക്ലാസ് റൂംസിന് അവരെന്ത് സെയിൽ ചെയ്യും, ₹15,000 പെർ ഹെഡ് പെർ ഡേ സെയിൽ ചെയ്യും. എന്തുകൊണ്ടാണ്, ഇതിനവർ കുറച്ച് വാല്യൂ കൂട്ടി. കാരണം എന്താ, ഇത് ഗ്ലാസ് റൂംസ് അല്ലേ, ഇത് ഹട്ടാണ്, ഇത് ഗ്രൗണ്ടിൻ്റെ സെൻട്രൽ ഹട്ടാണ്, അവിടെ നല്ല ഫോഗ് ഉണ്ടാവും, നല്ല തണുപ്പ്, ഇവിടത്തേക്കാളും തണുപ്പ് അവിടെ കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ എന്ത് കൂട്ടി വാല്യൂ എന്ന് പറഞ്ഞ സാധനം കൂട്ടി, വാല്യൂ അവർ എന്ത് ചെയ്തു, ബിസിനസ്സിലോട്ട് ക്രിയേറ്റ് ചെയ്തു. സോ അവർ പുതിയ സ്ട്രാറ്റജി യൂസ് ചെയ്തു, ദാറ്റ് ഈസ് വാല്യൂ ക്രിയേഷൻ. അപ്പോൾ എന്താണ് വാല്യൂ ക്രിയേഷൻ? ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്യും, അതാണെന്ത് വാല്യൂ ക്രിയേഷൻ. നമ്മൾ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇത് മാത്രമല്ല എക്സാംസ് ഒരുപാടുണ്ട്. നോക്കേ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ എന്താ, വർക്ക് ഡൺ ബൈ നോർമൽ സി എ ഫേംസ്. അത് എത്ര ചാർജ് ചെയ്യും, 2,000 പെർ ഹെഡ് ചാർജ് ചെയ്യും അല്ലേ. വർക്ക് ഡൺ ബൈ ബിഗ് 4 ഫേം ചിലപ്പോൾ എത്രയും 15,000 ചാർജ് ചെയ്യും. ഡിഫറൻസ് സെയിം വർക്ക് ആയിരിക്കും, ബട്ട് ഡിഫറൻറ്റ് ഫീ ആയിരിക്കും. അത് അവരുടെ വാല്യൂ ക്രിയേഷൻ ആണ്. ഓക്കെ ആണോ? ഇൻക്രീസ് വാല്യൂ ബൈ ചേഞ്ചിങ് സ്മാൾ ഡിഫറൻറ്റ് ഇൻ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ ചെറിയ മാറ്റം വരുത്തിയിട്ട് വാല്യൂ കൂട്ടാം അല്ലേ. ഞാൻ നോർമൽ അവൽ മിൽക്ക് കൊടുത്താലും എനിക്ക് 40 രൂപ കൊടുക്കാം, അതിനകത്തോട്ട് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ഗ്രേപ്സും കുറച്ച് ആപ്പിളും കുറച്ച് പൈനാപ്പിൾ ഇട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ എനിക്ക് 100 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അല്ലേ. അത് എൻ്റെ സ്ട്രാറ്റജിയാണ്, അതാണ് എൻ്റെ വാല്യൂ ക്രിയേഷൻ അല്ലേ. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ടല്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. നോർമൽ അല്ലെ, പ്രൊഡക്റ്റ് ഇൻ നോർമൽ ഷോപ്പ് വേഴ്സസ് പ്രൊഡക്റ്റ് ഇൻ സിനിമ ഹാൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇൻ മാൾ നോക്കി. ഒരു സാധനം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ 100 രൂപയാണെങ്കിൽ അത് മാളിൽ പോയി വാങ്ങുമ്പോൾ എന്തായിരിക്കും, അതിനെത്ര 500 രൂപ. എന്തുകൊണ്ടാണ്, മാളിൽ വാങ്ങുമ്പോൾ ഒരു ഫീച്ചർ, ഒരു ബ്രാൻഡ് നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. അവരെന്ത് ചെയ്തു, അവരെങ്ങനെ സാധനം വിൽക്കുന്നത്, മാളാണ്, അവിടെ ഫീച്ചർ ഉണ്ട്, പ്രീമിയം ഉണ്ട് അല്ലെ, അവിടെ നല്ല ഒരു പ്രീമിയം ഫീച്ചറോട് കൂടി അവരെ സാധനം വിൽക്കുന്നത് അല്ല. 100 രൂപയുടെ സാധനമാണ്, ബട്ട് അവർ എത്ര രൂപയ്ക്ക് വിൽക്കും, 500 രൂപയ്ക്ക് വിൽക്കും. അല്ലെങ്കിലോ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ കേസ് പറഞ്ഞു അല്ലേ, തിയേറ്ററിലെ കേസ് പറഞ്ഞു. തിയേറ്ററിൽ നോക്കിയേ, തിയേറ്ററിലുണ്ട് അല്ലേ, നോർമൽ സീറ്റിന് അവർ 150 രൂപ ചാർജ് ചെയ്യും അല്ലേ. ചിലപ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് കാറ്റഗറി സീറ്റുണ്ടാവും, ഫസ്റ്റ് കാറ്റഗറി കുറച്ചും കൂടി വില കൂടും, എത്ര 250 ആവും. അല്ലെങ്കിലോ സെക്കൻഡ് കാറ്റഗറി എത്ര ആവും, 500 രൂപ ആവും അല്ലേ. കടന്ന് കാണാൻ പറ്റും, അല്ലേ, പല തിയേറ്ററിൽ പോയാൽ നമുക്ക് കടന്ന് കാണാം. ഫുഡൊക്കെ അവർ നമ്മൾ അടുത്തോട്ട് കൊണ്ടുവന്ന് തരും, ഫുഡൊക്കെ നമ്മൾ അടുത്ത് എന്ത് ചെയ്യും, സാധനം സപ്ലൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ പല രീതികളിലായിട്ട് അവർ എന്ത് ചെയ്യും, സാധനം നമുക്ക് മുമ്പിൽ എത്തിച്ചേരും അല്ലേ. അപ്പോൾ ഒരേ പ്രൊഡക്റ്റ് അല്ലെ, താഴെ ഇരുന്ന് കണ്ടാലും സിനിമയാണ്, മുകളിലിരുന്ന് കണ്ടാലും സിനിമയാണ് അല്ലേ. താഴെ ഇരുന്ന് കാണുമ്പോൾ 100 രൂപ ചാർജ് ചെയ്യും, മുകളിലിരുന്ന് കാണുമ്പോൾ 500 രൂപ ചാർജ് ചെയ്യും. അപ്പോൾ ചെറിയ മാറ്റം വരുത്തിയിട്ട് എന്ത് ചെയ്യും, ചെറിയ സർവീസ് കൂട്ടി അവർ എന്ത് ചെയ്യും, വില കൂട്ടും. അതാണെന്ത് വാല്യൂ ക്രിയേഷൻ. നമ്മൾ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിലോട്ട് പോകാം. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ വാല്യൂ ക്രിയേഷൻ. ഓക്കെ, ഇനി വായിച്ചു നോക്കിയേ, ഇനി നിങ്ങൾക്ക് കിട്ടും, ഇനി നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയേ ചെയ്യില്ല. ഓക്കെ, വാല്യൂ ക്രിയേഷൻ. ദ കോൺസെപ്റ്റ് ഓഫ് വാല്യൂ ക്രിയേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് പ്രൈമർലി ഫോർ പ്രൊവൈഡിങ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. പ്രൊഡക്റ്റും സർവീസും കൊടുക്കുമ്പോൾ ആർക്ക്, ടു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ വിത്ത് മോർ വെർത്ത്, കസ്റ്റമർക്ക് വേർത്തോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക, സർവീസ് കൊടുക്കുക, പ്രൊഡക്റ്റ് ഇഷ്യൂ ചെയ്യാം. ഓക്കെ ആണോ? വാല്യൂ ഈസ് മെഷേർഡ് ബൈ, എങ്ങനെ നമുക്കൊരു ജസ്റ്റ് ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചർ കൂടുമ്പോൾ അതിൻ്റെ വെർത്ത് കൂടും, അതിൻ്റെ വാല്യൂ കൂടും അല്ലേ. അല്ലെങ്കിൽ ക്വാളിറ്റി കൂടുമ്പോൾ, അതിൻ്റെ അവൈലബിലിറ്റി കൂടുമ്പോൾ, അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി കൂടുമ്പോൾ, പെർഫോമൻസ് കൂടുമ്പോൾ, ആൻഡ് ബൈ സർവീസ് ഫോർ വിച്ച് കസ്റ്റമേഴ്സ് ആർ വില്ലിംഗ് ടു പേ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൂടുമ്പോൾ, പെർഫോമൻസ് കൂടുമ്പോൾ, ക്വാളിറ്റി കൂടുമ്പോൾ അതിൻ്റെ ആ പ്രൊഡക്റ്റിന് എന്തും കൂടുന്നുണ്ട്, അതിൻ്റെ വാല്യൂയും കൂടുന്നുണ്ട്. ഓക്കെ, ഇനി പറയുന്നത് വാല്യൂ ക്രിയേഷൻ ഈസ് എൻ ആക്ടിവിറ്റി ഓർ ഇറ്റ് ഇസ് എ പെർഫോമൻസ് ബൈ ദ ഫേം. അപ്പോൾ ഒരു ഫേം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആവാം, അല്ലെങ്കിൽ ഫേം ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആവാം. എന്തിനാ, ടു ക്രിയേറ്റ് വാല്യൂ, ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ദാറ്റ് ഇൻക്രീസ് ദ വർത്ത് ഓഫ് ഗുഡ്സ്, സർവീസ് ആൻഡ് ബിസിനസ് പ്രോസസ്. ആ
ആക്ടിവിറ്റി അവർ ചെയ്യുമ്പോൾ അതുമൂലം ബിസിനസ്സിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്, പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്, അവരുടെ സർവീസിൻ്റെ വാല്യൂ കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണെന്ത് വാല്യൂ ക്രിയേഷൻ. ഈവൻ ദ ഹോൾ ബിസിനസ് സിസ്റ്റം, ബിസിനസ്സിന് മൊത്തമാവട്ടെ ബിസിനസ്സിൻ്റെ ഭാഗമാവട്ടെ വട്ടെവർ നബി. ഇനി പറയുകയാണ് മെനി ബിസിനസ് നൗ ഫോക്കസിങ് ഓൺ വാല്യൂ ക്രിയേഷൻ ബോത്ത്. ഇന്ന് എല്ലാ ബിസിനസ്സും എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ ക്രിയേഷനിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, വാല്യൂ കൂട്ടി വിറ്റാൽ മാത്രമേ അവർക്ക് എന്തുള്ളൂ, മെച്ചമുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പറയുകയാണ് വാല്യൂ ക്രിയേഷൻ ഈസ് എ പ്രൈസ് ദാറ്റ് ബിസിനസ് വാണ്ട് ടു ചാർജ് ഫ്രം ദ കസ്റ്റമർ. അപ്പോൾ കസ്റ്റമറിൽ നിന്നും അവർക്ക് വാങ്ങേണ്ട പ്രൈസ് ആണെന്ത് വാല്യൂ, എക്സ്ട്രാ വാല്യൂ ക്രിയേഷൻ. ഫോർ എക്സാമ്പിൾ, എക്സ്ട്രാ വാങ്ങുന്ന പ്രൈസ് അല്ലേ വാല്യൂ ക്രിയേഷൻ ഈസ് ദ പ്രൈസ് ദാറ്റ് ദ ബിസിനസ് വാണ്ട് ടു ചാർജ് ഫ്രം ദ കസ്റ്റമർ. ദ എക്സസ് എമൗണ്ട് ഈസ് കാൾഡ് വാല്യൂ ക്രിയേഷൻ. എന്താ അങ്ങനെ പറയാൻ കാരണം, ഫോർ എക്സാമ്പിൾ ഞാൻ നോർമൽ അവൽ മിൽക്ക് വിൽക്കുമ്പോൾ എത്ര രൂപയ്ക്ക് വയ്ക്കുന്നത്, ₹40 എന്നല്ല വിൽക്കുന്നത്. ഓക്കെ, അതിനകത്തോട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 20 രൂപയുടെ എന്ത് കൂട്ടും, ഐസ്ക്രീമും കൂടി കൂട്ടിയിട്ട് ഞാൻ എത്ര രൂപയ്ക്ക് അല്ല ഞാൻ ജസ്റ്റ് 20 രൂപയുടെ ഐസ്ക്രീമും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ നോർമൽ അവൽ മിൽക്ക് എന്തായിട്ട് മാറി, SP അവൽ മിൽക്കായിട്ട് മാറി. അത് ഞാൻ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, ₹100 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ 40 രൂപയുടെ നോർമൽ അവൽ മിൽക്ക്, അതിൻ്റെ കൂടുതൽ ഞാൻ എന്ത് ചെയ്തു, 20 രൂപയ്ക്ക് ഐസ്ക്രീം ഇട്ടു. ടോട്ടൽ എനിക്ക് എത്ര കോസ്റ്റ് വന്നത്, ₹60 അല്ലേ കോസ്റ്റ് വന്നത്. ബട്ട് ഞാൻ എത്ര രൂപയ്ക്ക് സാധനം വിൽക്കുന്നത്, 100 രൂപയ്ക്ക് സാധനം വിൽക്കുന്നില്ലേ. അപ്പോൾ 60 രൂപ കോസ്റ്റ് വന്ന എൻ്റെ പ്രോഡക്റ്റ് ഞാൻ വിൽക്കുന്നത് 100 രൂപയ്ക്കാണ് വിൽക്കുന്നത് അല്ലേ. അപ്പോൾ എക്സ്ട്രാ എനിക്ക് എക്സസ് എമൗണ്ട് എത്ര വന്നു, എക്സസ് എമൗണ്ട് ₹40 രൂപ എനിക്ക് എന്താണ് പ്രോഫിറ്റ് അല്ലേ, 40 രൂപ എനിക്ക് പ്രോഫിറ്റ് അല്ലേ. ഈ 40 രൂപ എക്സസ് എമൗണ്ട് ആണ് എന്ത്, ദിസ് ഈസ് വാല്യൂ ക്രിയേഷൻ. ഇതാണ് എന്ത് വാല്യൂ ക്രിയേഷൻ, മനസ്സിലായോ? ഇതാണ് വാല്യൂ ക്രിയേഷൻ, അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ ആണോ, അതാണ് ഇവിടെ പറഞ്ഞത്. കണ്ടോ, ശരിക്കും വായിച്ചു നോക്കി, എക്സസ് എമൗണ്ട് ഈസ് കോൾഡ് വാല്യൂ ക്രിയേഷൻ. ഓക്കെ, അപ്പോൾ പറയുകയാണ് വാല്യൂ ക്രിയേഷൻ ഈസ് ദ പ്രൈസ് ദാറ്റ് ബിസിനസ് വാണ്ട് ടു ചാർജ് ഫ്രം ദ കസ്റ്റമർ. കസ്റ്റമറിൽ നിന്ന് വാങ്ങുന്ന പ്രൈസ് ആണ് വാല്യൂ ക്രിയേഷൻ. അപ്പോൾ കസ്റ്റമർ ഞാൻ 100 രൂപ വാങ്ങുന്നുണ്ട് അല്ലേ, ഞാൻ ഈ 100 രൂപ കസ്റ്റമറിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഈ 100 രൂപ എൻ്റെ വാല്യൂ ക്രിയേഷൻ ആണോ, ഒരിക്കലും അല്ല. പിന്നെ ഏത് മാത്രമേ വാല്യൂ ക്രിയേഷൻ, എക്സസ് ആയിട്ട് ഞാൻ എൻ്റെ കസ്റ്റമറിന് എത്ര വാങ്ങുന്നത്, 60 രൂപ എനിക്ക് വന്ന് കോസ്റ്റ്, 100 രൂപ കസ്റ്റമറിൽ നിന്ന് വാങ്ങുമ്പോൾ 40 രൂപയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് വാല്യൂ ക്രിയേഷൻ. ഓക്കെ, ഇനി പറയുകയാണ് പ്രോഫിറ്റബിൾ എ കമ്പനി ബിക്കം ഡിപ്പെൻഡിങ് ഓൺ 3 ഫാക്ടർ. ഒരു കമ്പനിക്ക് പ്രോഫിറ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ താഴെ പറയുന്ന 3 കാര്യമുണ്ട്. ആ 3 കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വൺ, ദ വാല്യൂ കസ്റ്റമേഴ്സ് പ്ലേസ് ഓൺ ദ കമ്പനീസ് പ്രോഡക്റ്റ്. എൻ്റെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങിയിട്ട് അതിന് വാല്യൂ അവനതൊരു വാല്യൂ തീരുമാനിക്കും അല്ലേ. ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ വാങ്ങി അല്ലേ, ആ പ്രൊഡക്റ്റ് അവന് ഇഷ്ടപ്പെട്ടു, അപ്പോൾ എനിക്കൊരു വാല്യൂ ഉണ്ടല്ലേ, ആ വാല്യൂ. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കമ്പനിക്ക് എന്ത് കിട്ടുള്ളൂ, പ്രോഫിറ്റ് കിട്ടുള്ളൂ. സെക്കൻഡ് വൺ, ദ പ്രൈസ് ദാറ്റ് എ കമ്പനി ചാർജ് ഫോർ ഹിസ് പ്രൊഡക്റ്റ്. ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഞാൻ ആ പ്രൊഡക്റ്റിന് ഇടുന്ന പ്രൈസ് ഉണ്ടല്ലോ, ആ പ്രൈസ്, അതാണ് രണ്ടാമത്തെ ഫാക്ടർ. മൂന്നാമത്തെ ഫാക്ടർ എന്താ, ദ കോസ്റ്റ് ഓഫ് ക്രിയേറ്റിംഗ് ദോസ് പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് എത്ര കോസ്റ്റ് വന്നു, അതാണ് മൂന്നാമത്തെ ഫാക്ടർ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൂടുമ്പോഴേ ഒരു കമ്പനി പ്രോഫിറ്റബിളോട്ട് വരുള്ളൂ. ഫസ്റ്റ് വൺ, അതിൻ്റെ വാല്യൂ കൂടണം, അതിൻ്റെ പ്രൈസ് നോക്കണം, 3 അതിൻ്റെ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ വാല്യൂ, പ്രൈസ് ആൻഡ് കോസ്റ്റ്. ഓക്കെ ആണോ, ദിസ് ഈസ് വാട്ട് വാല്യൂ ക്രിയേഷൻ. അപ്പോൾ നമ്മൾ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, ഇതാണെന്ത് വാല്യൂ ക്രിയേഷൻ. ഓക്കെ.